السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. അൽഹംദുലില്ലാ നമ്മൾ ഫിഅൽ മുദാരി ഒരു വിധം ബാക്ക്ഗ്രൗണ്ട് ആക്കിയില്ലേ, ജസ്റ്റ് ബേസിക്സ് മാത്രം. അപ്പം നിങ്ങൾക്ക് അറിയാം അല്ലേ മുദാരിൻ്റെ ഫോർമാറ്റുകൾ. അത് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പ് മാദിയിൽ ചെയ്ത പോലെ തന്നെ ഖുർആനിലെ ആദ്യത്തെ കുറച്ച് പേജുകളിലുള്ള മുദാരി മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ ഇൻഷാ അല്ലാ. അപ്പം മുദാരി മാദിയുടെ ഫോമാറ്റുകൾ, അതായത് ഹുവ അവൻ ആണെങ്കിൽ ഫഅല അവൻ ചെയ്തു. മുദാരി ആവുമ്പം യഫ്അലു അല്ലേ. ഹും ഫഅലു യഫ്അലൂന. അപ്പം യഫ്അലു എന്ന് വെച്ചാൽ അവൻ ചെയ്തു, യഫ്അലൂന അവർ പുരുഷന്മാർ ചെയ്തു. തഫ്അലു അവൾ ചെയ്തു, യഫ്അൽന അവർ സ്ത്രീകൾ ചെയ്തു. തഫ്അലു തന്നെ ഇവിടെ രണ്ടും തഫ്അലു ആണ്, അത് ഓർക്കണം. അവൾ ചെയ്തു, നീ ഒരു പുരുഷൻ ചെയ്തതും തഫ്അലു ആണ്. തഫ്അലൂന നിങ്ങൾ പുരുഷന്മാർ ചെയ്തു. തഫ്അലീന നീ ഒരു സ്ത്രീ ചെയ്തു. തഫ്അൽന നിങ്ങൾ സ്ത്രീകൾ ചെയ്തു. ഓക്കെ. അഫ്അലു ഞാൻ ചെയ്തു, നഫ്അലു ഞങ്ങൾ ചെയ്തു. ഇവിടെ യാ ത അലിഫ് ന ഇത്രയും ആദ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വാക്കിന്റെ അത് ഫെയിലാണെങ്കിൽ അത് എന്താണ്, ഫെയിൽ മുദാരി ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ മുമ്പ് മാദി ഐഡന്റിഫൈ ചെയ്തിരുന്നു. മാദി നമ്മൾ അവസാനം നോക്കിയിട്ടാണ് ചെയ്യുന്നത് അല്ലെ. ഫഅല ഫഅലു അത് ന അത് കണ്ടിട്ടാണ് നമ്മൾ മാദീനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. മുദാരിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം ആദ്യത്തെ വാക്ക് ഉപയോഗിച്ചിട്ടാണ്. എന്നാലും ഇതിനകത്ത് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ഡിസ്കഷനിലേക്ക് പോകുമ്പം ഓരോന്നായിട്ട് നോക്കാം. അപ്പം നമുക്ക് ഫാത്തിഹ മുതൽ തന്നെ തുടങ്ങാം. ഞാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാണ്. ഈ ഒരു പേജിൽ ഫാത്തിഹയിൽ ഏതൊക്കെയാണ് മുദാരി വാക്കുകൾ എന്ന് കണ്ടുപിടിച്ചിട്ട് പറയാം. ആർക്ക് വേണമെങ്കിലും പറയാം. ഈ പേജിൽ എവിടെയാണ് മുദാരി വരുന്നത്? നഅ്ബുദു. മാഷാ അല്ലാഹ്. നഅ്ബുദു. നസ്തഈനു. ഓക്കെ. നസ്തഈനു. അപ്പം അത് നൂൻ വെച്ച് കണ്ടുപിടിച്ചത് അല്ലെ. നഅ്ബുദു നമ്മൾ ചെയ്യുന്നു, നസ്തഈനു നമ്മൾ അല്ലെ. നഅ്ബുദു ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നസ്തഈനു എന്താണ് ഞങ്ങൾ സഹായം തേടുന്നു. വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇഹ്ദിന വരൂല. ഇഹ്ദിന കൽപ്പനയാണ്. അൻഅംത ഫിഅല് മാദിയാണോ മുദാരിയാണോ? മാദിയാണ്. നീ അനുഗ്രഹിച്ചല്ലേ നമ്മൾ പറഞ്ഞിരുന്നു. ഒരേ ഒരു മാദിയെ ഫാത്തിഹയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് സാധ്യത എന്ന് ഞാൻ പറഞ്ഞത്. അതീന വന്നു കഴിഞ്ഞാൽ മുദാരി ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ചെറിയ ഒരു കാര്യം എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ. അൻഅംത ശരിക്കും മാദിയാണ്. ഫഅൽത എന്ന് പറയുന്ന പോലെ അൻഅംത. അപ്പം രണ്ട് മുദാരികളാണ് ഫാത്തിഹയിലുള്ളത്. നഅ്ബുദു നസ്തഈനു. മാഷാ അല്ലാഹ്. നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. 5 വരെയുള്ള ആയത്തുകളിൽ എല്ലാം മുദാരി ഏതൊക്കെയാണെന്ന് പറയാം. യുഅ്മിനൂൻ, യുൻഫിഖൂൻ, യുഖിനൂൻ, യുഖീമൂന വരുമല്ലോ. പിന്നെ യുൻഫിഖൂൻ, യുൻഫിഖൂൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. വേറെ ഏതെങ്കിലും? യുഅ്മിനൂൻ,
യുമിനൂന് മാർക്ക് ചെയ്തിട്ട് ഒരു യുമിനൂനും കൂടെ വരൂലേ? യുഖിനൂൻ. ഓക്കെ, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ചെണ്ണം കറക്റ്റ് ആണ്. യുമിനൂൻ, യുഖീമൂൻ, യുൻഫിഖൂൻ, വീണ്ടും യുമിനൂൻ, യുഖിനൂൻ. ഓക്കെ, മാഷാ അല്ലാഹ്. അതൊക്കെയാണ്. ഇനി നമുക്ക് അടുത്ത പേജിൽ നോക്കാം. അടുത്ത പേജിൽ മുഴുവൻ വേണ്ട, ആദ്യം ഒരു ഫസ്റ്റ് പാർട്ട് എടുക്കാം. അതായത് 10ാമത്തെ ആയത്ത് വരെ. ഓക്കെ, 10 വരെയുള്ളതില് വെയിറ്റ് ആദ്യത്തെ 6ാമത്തെ ആയത്തിലുള്ള യുമിനൂൻ. ഓക്കെ, യഖൂലു ഏതായത്തിലെ? ഓക്കെ, പിന്നെ യഖ്ദഊൻ, ഓക്കെ, യശ്ഉറൂൻ, യശ്ഉറൂൻ, ഓക്കെ, യക്സിബൂൻ, യക്സിബൂൻ, ഓക്കെ. തുഫ്സിദു. മതി 10 വരെ മതി. 10 വരെയുള്ളതിൽ എല്ലാം ആയോ? ഏതെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്ന് ഒന്നും കൂടെ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കി എല്ലാരും. കറക്റ്റ്, തുൻസിർ വരും. തുൻസിർ യുമിനൂൻ. ഓക്കെ, 6 തുൻസിറും യുമിനൂനും ഓക്കെയാണ്. 8 യഖൂലു ഫൈൻ. 9 യുഖാദിഊൻ, യഖ്ദഊൻ, യശ്ഉറൂൻ. 10 യഖൂൻ. ഓക്കെ, 10 യക്സിബൂൻ. ഓക്കെ, ഇപ്പം എല്ലായി. 1 2 3 4 5 6 7. അതൊക്കെ. ഇനി ബാക്കി ഇദാ ഖീല ലഹും മുതൽ 16ാമത്തെ ആയത്ത് വരെ. ഒരു മിനിറ്റ് ഓരോന്നായിട്ട് പറയാം. 11 ഏതാ ഉള്ളത്? വരുമ്പോ നമുക്ക് സംശയം വരും, എവിടെയോ എന്തോ മിസ്സിംഗ് ഉണ്ടല്ലോ എന്നല്ലേ. കാരണം തുഫ്സിദു ഫോർമാറ്റില് മുളാരി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അല്ലെ. നമുക്ക് അതിലേക്ക് നമുക്ക് വരാം. ആദ്യം ഐഡന്റിഫൈ ചെയ്തിട്ട് പോവാം. എങ്ങനെയാണ് അത് തുഫ്സിദു ആവുന്നത് നമുക്ക് ഒന്ന് കാണാം. അതിന്റെ മുമ്പ് ആദ്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് പോവാം. ഓക്കെ, 11 തുഫ്സിദു. 12 ഉണ്ടോ? യശ്ഉറൂൻ. ഓക്കെ, യശ്ഉറൂൻ ഫൈൻ. 13 നുഅ്മിനു. പിന്നെ യഅലമൂൻ. മാഷാ അല്ലാഹ്. 15 സോറി 14 മുസ്തഹസിഊൻ വരൂല. മുസ്തഹസിഊൻ നൗണാണ്. അതിൽ 14 ഒന്നുമില്ലല്ലേ? ആമന്ന മാദിയല്ലേ? ആമൻ നമ്മൾ പറഞ്ഞതല്ലേ. 15 ഓക്കെ. മാഷാ അല്ലാഹ്. ഇനി 16 16 ഇല്ല. ഇസ്മാണ്. നമുക്ക് ആ ഒരു ഫോമാറ്റുള്ള ഇസ്മുകൾ നമുക്ക് മെല്ലെ പഠിക്കണം ഇൻഷാ അല്ലാഹ്. എന്തായാലും അത് ഫേലല്ല, മുഹ്തദീൻ ഫേലല്ല, ഇസ്മാണ്. അപ്പം 1 2 3 4 5 6 7 ഫൈൻ. അപ്പൊ ആ പേജായി. ഇനി നമുക്ക് അടുത്ത പേജില് ഒരു 21 വരെ, അതുവരെ മതി. ബാക്കി നിങ്ങൾക്കുള്ള എക്സസൈസ് ആണ്, സ്വന്തമായിട്ട് നോക്കാനുള്ള. ഇത് നമുക്കിപ്പോ നോക്കാം. ഇതില് 17 ഒരു മിനിറ്റ് 17 ഓക്കെ. മാതിയാണ്.
യജഅലൂന 19 യഅലൂന. ഓക്കെ, യർജഊൻ മാർക്ക് ചെയ്തു. ഓക്കെ, 19 യജഅലൂന. 19 വേറെ ഉണ്ടോ? യജഅലൂന മാർക്ക് ചെയ്തു. വേറെ അറിയില്ല. 19 20 യക്കാദു. യഖ്തഫു. ഓക്കെ, മാഷാഅല്ലാഹ്. യഖ്തഫു. വേറെ ഉണ്ടോ? ഇല്ല. ഇനി ഖാലു മാദിയാണോ മുളാരിയാണോ? അത് മാവിയല്ലേ? മാവി. 21 അപ്പൊ അത്രയും. മാഷാ അല്ലാഹ്. അപ്പം ഇതൊക്കെ നിങ്ങൾ മുദാരി ഐഡന്റിഫൈ ചെയ്തു. ഇനി നമുക്ക് ഒന്നും കൂടെ തിരിച്ചു വരാം. ഒരു റൗണ്ടില്, അടുത്ത റൗണ്ടിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ഈ കണ്ടുപിടിച്ച മുദാരികളുണ്ടല്ലോ, അതിന്റെയൊക്കെ കർത്താവ് സബ്ജക്റ്റ് ആരാണ് എന്ന് പറയണം. ഓക്കെ, യുഅ്മിനൂൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ഈ ഒരു പേജിൽ എഴുതിയിട്ടില്ലേ, അപ്പം യഫഅലു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ സബ്ജക്റ്റ് ഹുവ ആണ്. യഫഅലൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബ്ജക്റ്റ് ഹും ആണ്. അതുപോലെ സബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. അത് ഓരോരുത്തരായിട്ട് ടേൺ എടുക്കട്ടോ, എല്ലാരും കൂടെ പറയണ്ട. ഓരോരുത്തരായിട്ട് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. യുഅ്മിനൂൻ അതിന്റെ സബ്ജക്റ്റ് ആരാണ്? ഓക്കെ. യുഖീമൂൻ മാഷാഅല്ലാഹ്. യുൻഫിഖൂൻ. ഓക്കെ, നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഫാത്തിഹ മിസ്സായിട്ടുണ്ട്. നഅ്ബുദു. നഹ്നു അല്ലേ, ഞങ്ങളാണ്. നസ്തഈൻ. അപ്പം അവിടെ നമുക്ക് അറിയാം, നമ്മൾ മനസ്സിലുണ്ട്, നമ്മള് അള്ളാഹിനോട് പറയാണ്, ഞങ്ങൾ അള്ളാഹിന്റെ അടുത്ത് പറയാം, അള്ളാഹ് ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങള് സഹായം തേടുന്നു. ഇവിടെ എന്താണ് പറഞ്ഞ ആരെങ്കിലും അവിടെ സംസാരിക്കുന്നവരുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യണേ മൈക്ക്. ഓക്കെ. അപ്പം ഈ യുഅ്മിനൂൻ, യുഖീമൂൻ, യുൻഫിഖൂൻ അവിടെയൊക്കെ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു തആല മുത്തഖീങ്ങളെ കുറിച്ച് പറയാണ് അല്ലെ. അപ്പം അവർ ഹും ആണ് അവിടുത്തെ സബ്ജക്ട് അല്ലെ. അപ്പൊ ശരിക്കും നമുക്ക് ആ ഒരു ഇതുമായിട്ട് ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടല്ലോ വാക്കുകളുമായിട്ട് അല്ലെ. ഇനി യുഅ്മിനൂൻ, യുഖീനൂൻ അവിടെ സബ്ജക്ട് എന്താണ്? ഹും തന്നെ. അവിടെയും ഇത് തന്നെയാണ് അല്ലെ, മുത്തഖീങ്ങളെ കുറിച്ച് പറയാണ്. അപ്പം സബ്ജക്ട് ഹും തന്നെ. ഇനി തുൻദിർഹും. ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ എക്സാമിന് ഇട്ടപ്പോ പലരും ചെറിയൊരു കൺഫ്യൂഷൻ പറഞ്ഞ ഒരു കാര്യം കൂടെയാണിത്. നമ്മള് മാദി ആണെങ്കിലും മുദാരി ആണെങ്കിലും അതിന്റെ കൂടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ളമീർ മുത്തസിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അതറിയാലോ, ഹു, ഹ, ഹും അറിയാലോ. അതെന്തൊക്കെയാണ് ളമീർ മുത്തസിൽ അറ്റാച്ച്മെന്റ്? പുതിയ ആളാണോ ളമീർ മുത്തസിൽ ചോദിക്കുന്നത്? അല്ല, മനസ്സിലായിട്ടില്ല. അപ്പൊ എന്നാ പഴയ ക്ലാസ്സുകൾ ഒന്നും കൂടെ കേൾക്കണം കേട്ടോ. അത് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് പോവാം. പഴയ ക്ലാസ്സുകൾ കേട്ടിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കണേ ഇൻഷാ അല്ലാഹ്. അപ്പം ളമീർ മുത്തസിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇത് മാത്രം കാണിച്ചിട്ട് പോവാം. അതായത് ഹു അല്ലെങ്കിൽ ഹി എന്നുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അവന്റെ, അതായത് ഹുവയുടെ അറ്റാച്ച്മെന്റ് ആണ് ഹു അല്ലെങ്കിൽ ഹി, അവന്റെ. ഹ ആണെങ്കിൽ അവളുടെ. അപ്പം ഇതൊക്കെ നമ്മൾ ഇസ്മിനോട് ചേർക്കുമ്പോഴാണ് അവന്റെ, അവളുടെ എന്നൊക്കെ പറയാ. നമ്മൾ ഫെയിലിനോട് ചേർക്കുമ്പം ആ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണോ അർത്ഥം, ചിലപ്പം അവളോട് പറഞ്ഞു എന്നായിരിക്കും, മനസ്സിലായില്ലേ, അല്ലെങ്കിൽ അവനോട് പറഞ്ഞു എന്നായിരിക്കും. ആ ഒരു വാക്ക് വെച്ചിട്ട് വേണം നമ്മൾ അർത്ഥം വെക്കാൻ. പക്ഷെ ഈ അവൻ, അവൾ എന്നുള്ളത് മാറുന്നില്ല. ഹു, ഹി ആണെങ്കിൽ അവൻ, ഹ ആണെങ്കിൽ അവൾ, ഹും, ഹിം ആണെങ്കിൽ അവർ. ഇവിടെ തുൻദിർഹും, നീ അവരെ എന്താണ് വാൺ ചെയ്യുക അല്ലെ. നദറ വാൺ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. നീ വാൺ ചെയ്താലും ഇല്ലെങ്കിലും അവർക്ക് കണക്കാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അൻത ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഹും എന്താണ്? ദമീർ മുത്തസിലാണ് അല്ലെ. നമ്മളിപ്പോ ഈ പറഞ്ഞ ആയത്തില് തുൻസിറിന്റെ കാര്യത്തില് ഹും എന്ന് പറയുന്നത് അവരോട് എന്നാണ്. തുൻസിറിന്റെ സബ്ജക്റ്റ് എന്താണ്? അൻതയാണ്. അപ്പം അങ്ങനെ നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടോന്ന് ആദ്യം നോക്കണം. ദമീർ മുത്തസിൽ ഉണ്ടോന്ന് നോക്കിയിട്ട്, ഇപ്പം ഈ ഒരു കേസില് യമുദ്ദുഹും ലമീർ മുത്തസിലുള്ളത്, ഇവിടുത്തെ ലമീർ മുത്തസിൽ എന്താണ്? ഹും. ഹും അല്ലെ. അപ്പം ഇതിന്റെ സബ്ജക്റ്റ് എന്തായിരിക്കും? യമുദ്ദുഹുമിന്റെ ഹുവ ആണ്. ഓക്കെ, ഹും എന്നുള്ളത് ദമീർ മുത്തസിലാണ്. യമുദ്ദു എന്ന് പറയുന്നതിൽ ഹുവ ആണ് അതിന്റെ സബ്ജക്റ്റ്. ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ മെല്ലെ മെല്ലെ പഠിച്ചു വരണം. ചിലപ്പോൾ ഒറ്റയടിക്കൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പം ഈ പേജിൽ വേറെ എവിടെയും ഇല്ല അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത്, അതായത് ദമീർ മുത്തസിലുള്ളത് വേറെ എവിടെയും ഇല്ല. ഈ 2 എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ, യമുദ്ദുഹും തുൻസിർഹും. ഇവിടെ തുൻസിർഹുമിൽ നമ്മൾ ഹുമ്മിനെ സെപ്പറേറ്റ് ചെയ്തു, ദമീർ മുത്തസിലിനെ സെപ്പറേറ്റ് ചെയ്തു. തുൻസിറിന്റെ എടുക്കുമ്പോൾ അവിടെ സബ്ജക്റ്റ്, ഇവിടെ യമുദ്ദുഹുമില് നമ്മൾ ഹുമ്മിനെ സെപ്പറേറ്റ് ചെയ്തു. യമുദ്ദു എടുക്കുമ്പോൾ അതിന്റെ സബ്ജക്റ്റ് ഹുവ ആണ്. അത്രയും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാഷാ അല്ലാഹ് ഖൈർ. വേറെ നമുക്ക് ഹായും ഹിയും എപ്പോ അത് അങ്ങനെ വരാം. എങ്ങനെ? ഇപ്പം യമുദ്ദു ഹ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവളുടെ എന്നായിരുന്നു. അതല്ല ഞാൻ ചോദിച്ചത്. ഇതിൽ തന്നെ പുല്ലിങ്ങൾ തന്നെ ആയും ഹിയും വരുന്നില്ല. ഇപ്പൊ പറഞ്ഞില്ലേ അതന്നെ. ഈ ഹുമ്മിന് പകരം എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് വരാം. ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്ത് ഹു, ഹി, ഹ, ഹിം, ഹും, ഹിന്ന, ഹുന്ന, ഖ, കി, കും, കുന്ന അല്ലെങ്കിൽ ഇ. ഓക്കെ, ഇത് ഏത് വേണമെങ്കിലും വരാം. അപ്പം ഫഅല എന്ന് പറയുമ്പം ചെയ്തു എന്നാണ് അല്ലെ. അപ്പം അവരോട് ചെയ്തു എന്നല്ല, അല്ലെങ്കിൽ എന്നോട് ചെയ്തു എന്നൊക്കെ വരുന്നതിനനുസരിച്ച് ഈ അതിന്റെ അവസാനത്തില് എന്താ അറ്റാച്ച്മെന്റ്സ് മാറി മാറി വരും. ആരോട്, അതായത് ആരാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. പക്ഷെ സബ്ജക്റ്റ് എന്തായിരിക്കും? കേൾക്കുന്നില്ല. നെറ്റ് പോയതാണ്. ഒന്ന് ഡിസ്കണക്ട് ആയി പോയിട്ടോ. ഞാൻ റീജോയിൻ ചെയ്തിട്ട്. അപ്പം ഈ വരുന്ന അറ്റാച്ച്മെന്റ് ആരോടാ ചെയ്തേ അല്ലെങ്കിൽ ആരെയാ ചെയ്തേ എന്നുള്ള അറ്റാച്ച്മെന്റ്സ് ആണ് ഇതൊക്കെ വരാം. എന്നാ നമ്മള് യമുദ്ദു, യമുദ്ദൂന അല്ലെ, തമുദ്ദു എന്നൊക്കെ പറയുമ്പം അത് ആരാ ചെയ്തെന്നാ തീരുമാനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾക്ക് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ അങ്ങനെ മനസ്സിലായിക്കോളും ഇത്. ഇപ്പം ഇവിടെ ഹും എന്ന് പറയുന്നത് അവരെ ഉപദേശിച്ചു എന്നുള്ള ഹുമാണ്, അവരെ. എന്നാ തുൻസിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഉപദേശിച്ചു, അപ്പൊ നീ അവരെ ഉപദേശിച്ചു. മനസ്സിലായില്ലേ? അങ്ങനെ ആയിരിക്കണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നത്. യമുദ്ദുഹും അവർക്ക് അവൻ നീട്ടിക്കൊടുത്തു അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സമയം നീട്ടിക്കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം യമുദ്ദു എന്ന് പറയുന്നതിൽ നിന്നാണ് ഇതിന്റെ സബ്ജക്റ്റ് വരിക അല്ലെ. ആരാ ചെയ്തത് എന്നുള്ളത് യമുദ്ദു എന്നാ വരിക. ആരോടാണ് അല്ലെങ്കിൽ ആർക്കാണ് ചെയ്തത് എന്നുള്ളത് ഈ അറ്റാച്ച്മെന്റിൽ നിന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആദ്യം നിങ്ങൾ ദമീർ മുത്തസിൽ അറ്റാച്ച്മെന്റ് ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് ബാക്കിയുള്ളതിൽ നിന്ന് വേണം സബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോ, നമുക്കത് ക്ലിയർ ആക്കിയിട്ട് പോവാം.
ആരും മടിക്കണ്ട, കാരണം നിങ്ങളെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വേറെ പലരെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്താ ഇതിൽ അവസാനം വരുന്നത് ദമീർ മുത്തസിൽ, അതായത് പ്രൊനൗൺ അറ്റാച്ച്മെന്റ്. ഞാൻ അവരോട് പറഞ്ഞു അല്ലെ, അവർ എന്നോട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഈ എന്നോട് അവരോട് എന്നൊക്കെ പറയുന്നതാണ് ഈ ദമീർ മുത്തസിൽ. ഞാൻ ചെയ്തു അവർ ചെയ്തു എന്ന് പറയുന്നതാണ് സബ്ജക്ട്. അതായത് ആ ഒരു വേർബിന്റെ ആ ഫെഅല് മുളാരിന്റെ സബ്ജക്ട്. ഹുമ്മ മുത്തസിലാണ്. യമുദുഹും കാണുമ്പോൾ യമുദു ആണ് അതിലെ ഫെഅൽ. ആരാണ് അത് ഫായില് തീരുമാനിക്കുന്നത്, ആരാണ് ചെയ്തത്, സബ്ജക്ട് ആരാണെന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായോ? ഫായില് എന്താ പറയാ, ഹുവ ആണ് ഇവിടുത്തെ, അവൻ. ഹും വന്നതുകൊണ്ട് പിന്നെ ഹുവ അല്ലെ, തുൻസിർഹുമിന് ഹും വന്നത് കൊണ്ടല്ല ഹുവ, തുൻസിർഹുമില് ഹും വന്നത് കൊണ്ട് ഹുമ്മാണ് അവിടുത്തെ ദമീർ മുത്തസിലോടാണ് പറയുന്നത്. പക്ഷെ തുൻസിറിൽ നിന്നാണ് നമ്മൾ ആരാണ് ചെയ്തത് എന്ന് തീരുമാനിക്കേണ്ടത്. ഓക്കെ, തുൻസിർ നദറ, നദറ എന്ന് പറഞ്ഞാൽ ഉപദേശിക്കാണ്, നസീർ ഉപദേശകൻ. ഓക്കെ, അപ്പം ഉപദേശമല്ല, വാൺ ചെയ്യുന്ന ആള്. അപ്പം തുൻസിർ എന്ന് പറയുമ്പോൾ നമ്മള് ഇവിടെ പറഞ്ഞിട്ടുള്ള നീ, ഓക്കെ, തഫഅലു എന്നുള്ളതാ വരിക. അത് കറക്റ്റ് എങ്ങനെയാന്ന് ഞാൻ സ്പ്ലിറ്റ്, അത് എങ്ങനെയാ ആ തുൻസിർ ഫോമാറ്റിലേക്ക് എത്തുന്നതെന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. പക്ഷെ നീ ചെയ്തു എന്നുള്ളതാണ് അവിടെ വരുന്നത്. മനസ്സിലായോ? അപ്പൊ നീയാണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഇത് ആദ്യം ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒഴിവാക്കണം. ഈ ഹു ഹ, അതായത് ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു സാധനം, ഹു ഹി ഹ ഹും ഹിം ഹിന്ന ഹുന്ന ക ഹി കും കുന്ന ഇ, ഇങ്ങനത്തെ ഇതിലേതെങ്കിലും ഒരു സാധനം അവസാനത്തിലുണ്ടെങ്കിൽ അതിനങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അത് ആരോട് ചെയ്തു, ആരെ ചെയ്തു എന്നൊക്കെ പറയുന്ന ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പം ഞാൻ അവരോട് ചെയ്തു എന്ന് പറയുമ്പം അവരവിടെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ആ ഒബ്ജക്റ്റിനെ അങ്ങ് മാറ്റിക്കളയാം. എന്നിട്ട് ബാക്കിയുള്ളത് എടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഈ യഫഅലു യഫഅലൂന എന്നൊക്കെ കാണുന്നതിൽ നിന്നാണ് നമ്മൾ അത് സബ്ജക്റ്റ് ആരാണ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കുക. ഇതിപ്പോ ചിലർക്കെങ്കിലും കുറച്ചൊരു കൺഫ്യൂസിങ് ആയിരിക്കും. കുറെ എക്സാമ്പിൾസ് ഒക്കെ ചെയ്യുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. നമുക്ക് ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യണം. പ്ലസ് എക്സാമിന് വരുമ്പോഴും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ തന്നെയും ഓരോന്നും എടുക്കുമ്പോൾ അതിന്റെ വാക്കർത്ഥം എടുക്കുമ്പോൾ ഇതിൽ ആര് ആരോടാ ചെയ്യുന്നേ, എന്താ ചെയ്യുന്നേ എന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മെല്ലെ മെല്ലെ അത് കത്തി തുടങ്ങും. ആദ്യമായിട്ടുള്ളവർക്ക് ഇത് എന്താ പറയുന്നതെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ അത് ഓക്കെ ആയിക്കോളും ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ തുൻസിർഹുമിന്റെ കാര്യം പറഞ്ഞു. യുഅ്മിനൂനില് ആരാണ് സബ്ജക്റ്റ്? ഈ ഒരു ചാർട്ട് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുക. ഈ ഒരു ചാർട്ട്, ഓക്കെ, ഈ ഒരു ചാർട്ടും ഈ സബ്ജക്റ്റുകളും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പറയാൻ പറ്റും. യഖൂലു, യഖൂലുവിന്റെ കാര്യത്തിൽ ആരാ സബ്ജക്റ്റ്? മാഷാഅല്ലാഹ്. യുഖാദിഊൻ, യഖ്ദഊൻ, യഖ്ദഊനും ഹുമ്മാണ്. യഫഅലൂൻ യശ്ഉറൂൻ, യക്ദിബൂൻ, കാരണം ഇവിടെയൊക്കെ എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കൂട്ടരെ കുറിച്ച് പറയാണ് അല്ലെ. ഇവിടെ കാഫിറുകളെ കുറിച്ച് പറയാണ്, ഇവിടെ മൊത്തം മുനാഫിക്കുകളെ കുറിച്ച് പറയാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്താണ് പറയുന്നത് അല്ലെ, തുൻസിർ, നീ വാൺ ചെയ്യുന്ന. അപ്പം അവിടെ മാത്രം നമുക്ക് അൻത എന്നുള്ള ഒരു സബ്ജക്ട് കിട്ടി. ബാക്കി എല്ലാ സ്ഥലത്തും അല്ലാഹു ഒരു കൂട്ടരെ കുറിച്ച്, അവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എല്ലാം ഹും ആണ്. ഇനി ഡൗട്ട് വെച്ചോട്ടെ? ചോദിച്ചോ. അപ്പൊ യുൻസറും വരുമ്പോ മജ്ഹൂലല്ലേ? മജ്ഹൂലൊക്കെയാണ്, പക്ഷെ അവിടെയും ഹും തന്നെയല്ലേ വരുള്ളൂ. സൂര്യല് ഹും തന്നെയല്ലേ. കാരണം മജ്ഹൂലിലേക്കൊന്നും നമുക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. എല്ലാരും ബേസിക്സ് പഠിക്കുന്ന ആൾക്കാരല്ലേ. അതെ അതെ, അത് ഫോമാറ്റ് വേറെയാണെന്നുള്ളൂ, എന്നാലും മുദാരി തന്നെയാണല്ലോ. തുഫ്സിദു, തുഫ്സിദു,
അൻതും. ഓക്കെ, അൻതും എങ്ങനെയാണ്? അൻതും തഫഅലൂൻ. ഓക്കെ, ആക്ച്വലി അത് തുഫ്സിദൂന ആണ്. ആ ന എങ്ങനാ പോണേന്ന് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഈ റൗണ്ട് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് എത്താം. യഷ്ഉറൂൻ, നുഅ്മിനു, മാഷാഅല്ലാഹ്. യഅമലൂൻ, സോറി, യഅലമൂൻ, ഹും, മാഷാഅല്ലാഹ്. യസ്തഹ്സിഉ, യമുദ്ദുഹും, ഹുവ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഹുമ്മിനെ കട്ട് ചെയ്ത് ഒഴിവാക്കുക, യമുദ്ദു ആവുമ്പോ ഹുവ. യഅമഹൂൻ, യുബ്സിറൂൻ, യർജിഊൻ, യജഅലൂൻ, യകാദു, യഖ്തഫു, തത്തഖൂൻ, അൻതും. മാഷാ അല്ലാഹ്. അപ്പം അത്രയും റഫായിട്ടെങ്കിലും നിങ്ങൾ ഈ മുദാരി കണ്ടുപിടിക്കാൻ പഠിച്ചു. മുദാരിയിലെ കൂടെ ലമീർ മുത്തസിൽ ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തിയിട്ട് സബ്ജക്റ്റ് എന്താന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലെ. പ്ലസ് നോർമൽ മുദാരിയിലെ സബ്ജക്റ്റും പഠിച്ചു. ഇനി ഇവിടെ കുറച്ച് എന്താ പറയാ, ചെറിയ ചെറിയ ടിപ്പുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇനി ഞാൻ പറയാൻ പോണ കാര്യം നിങ്ങൾ ഇപ്പൊ പഠിക്കേണ്ട കാര്യമല്ല, മനസ്സിലാവുന്നവർ മാത്രം അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാത്തവർ ജസ്റ്റ് കേട്ടിട്ട് വിടാം. ഓക്കെ, അതിപ്പോ ഒരു വേർബ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നഅ്ബുദു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കണ്ട വാക്ക് നഅ്ബുദു ആയിരുന്നു അല്ലെ, ഫാത്തിഹയില് നഅ്ബുദു. നഅ്ബുദു എന്നുള്ള വാക്ക് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ഫോമാറ്റ് നഫ്അലു, നഫ്അലു ഫോമാറ്റ് ആണ്. അതുകൊണ്ടാണ് നഹ്നു എന്ന് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നഅ്ബുദു കാണുമ്പോൾ നമ്മളെ മനസ്സിൽ ഏറ്റവും ആദ്യം പോകേണ്ട കാര്യം എന്താണ്? അതിന്റെ റൂട്ട് എന്തായിരിക്കും? ഐൻ ബ ദാൽ അല്ലെ. അപ്പൊ ഐൻ ബ ദാൽ വരുമ്പം അബദ. ഓക്കെ, അബദ യഅ്ബുദു, അബദ യഅ്ബുദു. അബദ മാദി, യഅ്ബുദു മുദാരി. ഇവിടെ അബദ എന്ന് പറയുന്നത് ഹുവ, യഅ്ബുദും ഹുവ. ഇതിന്റെ നഹ്നു ആണ് എന്ത്? നഅ്ബുദു നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് അല്ലെ, നഅ്ബുദു. ഇത് സ്ട്രെയിറ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അടുത്ത വാക്ക് നസ്തഈൻ. എന്താ? അബദ ഹുവ, യഅ്ബുദും ഹുവ. അത് ഞാൻ അതും കൂടെ എഴുതാം, അപ്പൊ പിന്നെ എളുപ്പമുണ്ടല്ലോ. അബദ ഹുവയാണ്, മാദിയാണ്. ഓക്കെ, യഅ്ബുദും ഹുവയാണ്, മുദാരിയാണ്. നഅ്ബുദും എന്താണ്? നഹ്നു ആണ്, മുദാരി. ഓക്കെ, അങ്ങനെയാണ് ഈ നഅ്ബുദു വരുന്നത്. അബദ യഅ്ബുദു നഅ്ബുദു. ഇനി ഈ അബദയിൽ നിന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഏകദേശം അർത്ഥം പറയാൻ പറ്റും അല്ലെ. നഅ്ബുദു ഞങ്ങള്, അഅ്ബുദു ഞാൻ ഇബാദത്ത് ചെയ്യുന്നു അല്ലെ, യഅ്ബുദൂൻ അവർ ഇബാദത്ത് ചെയ്യുന്നു അല്ലെ, യഅ്ബുദു അവൻ ഇബാദത്ത് ചെയ്തു, അവൻ ഇബാദത്ത് ചെയ്യുന്നു, അബദ അവൻ ഇബാദത്ത് ചെയ്തു, അബദു അല്ലെ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും കണ്ടു കഴിഞ്ഞാൽ, ബയാട്ട് പഠിച്ചിട്ടില്ലെങ്കിലും. ഇനി ഇവിടെ നസ്തഈൻ എടുക്കാം. അടുത്തത് നമ്മൾ കണ്ട വാക്ക് നസ്തഈൻ ആണ്. നസ്തഈനു. ഇത് ഈ പറഞ്ഞ പോലെ അത്ര എളുപ്പമുള്ള ഒരു സാധനം അല്ല അല്ലെ. അബദ എഴുതിയ പോലെ നമുക്ക് അങ്ങോട്ട് എഴുതാൻ പറ്റൂല.
അപ്പം ഇവിടെ ഇത് ഞാൻ ഒന്നും കൂടെ പറയാണ്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നവർ മാത്രം എടുത്താൽ മതി കേട്ടോ. അല്ലാത്തവർ ഇതിന്റെ പിന്നാലെ പോയിട്ട് കൺഫ്യൂഷൻ ആവണ്ട, എക്സാമിന് ചോദിക്കുകയില്ല. താല്പര്യമുള്ളവർ മാത്രം എടുത്താൽ മതി. ഇവിടെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഐൻ വാവ് നൂനാണ് അല്ലെ. ഔൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐൻ വാവ് നൂനാണ് ഇതിന്റെ റൂട്ട്. എന്നാ ഇതിൽ നിന്ന് വരുന്ന ഫസ്റ്റ് വേർബ് ഫോം എന്താന്ന് വെച്ചാല് ആനയാണ്. ആന യഊനു. ഓക്കെ, ആന യഊനു. അബദ യഅബുദു പോലെ ഈ ഐൻ വാവ് നൂനിൽ നിന്ന് വരുന്ന നമ്മൾ പറഞ്ഞല്ലോ, ഇത് നോട്ടി ലെറ്റർ ആണ് ഈ വാവ് അല്ലെ. ഇത് ഡ്രോപ്പ് ആവും. കാല അങ്ങനെയാണ്. കാഫ് വാവ് ലാമാണ് റൂട്ടെങ്കിലും വേർബിലേക്ക് വരുമ്പോ അത് കാലയാവും അല്ലെ. അതുപോലെ ഐൻ വാവ് നൂനാണെങ്കിലും അത് വേർബിലേക്ക് വരുമ്പം ആന യഊനു, കാല യഖൂലു പോലെ ആന യഊനു ആണ്. എന്നാലും ഇതിനെ എങ്ങനെ നമ്മൾ നസ്തഈനിലെത്തിക്കും? കുറച്ച് ബുദ്ധിമുട്ടാ അല്ലെ. അപ്പം ഇതിന് സംഭവം നമ്മൾ ഇപ്പം ഒരു റൂട്ടിൽ നിന്ന് ഒരു വേർബ് എഴുതുകയാണെങ്കിൽ പോലും അതേപോലെ 10 വേർബ്സ് ഉണ്ടാക്കാൻ പറ്റും ഒരു റൂട്ട്. അതായത് പ്ലെയിൻ ആയിട്ട് മാതിയായിട്ടുള്ള വേർബ്സ് 10 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു 10 വേർബുകളുടെ ഫോമുകൾ ഞാനൊന്ന് എഴുതാം. വീണ്ടും വീണ്ടും ഞാൻ പറയാണ്, ആരും കൺഫ്യൂഷൻ ആവണ്ട, ബേജാറാവണ്ട. ഇത് വേണ്ടവര് മാത്രം എടുത്താൽ മതി. ഞാൻ ആ ഒരു ഫോംസ് മാത്രം ഒന്ന് എഴുതട്ടെ. ഇത് ജസ്റ്റ് അഡീഷണൽ കാര്യമാണ് കേട്ടോ. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ മനസ്സിലാവുന്നവർക്ക് എടുക്കാം ഇൻഷാ അല്ലാഹ്. നമ്മൾ പറഞ്ഞു ഫ ഐൻ ലാം അല്ലെ. ഇതാണ് നമ്മളുടെ സ്കെയിൽ. എപ്പോഴും ഫഅല വെച്ചിട്ടാണ് നമ്മൾ എഴുതുക അല്ലെ. അപ്പൊ ഫ ഐൻ ലാമിൽ നിന്ന് ഫസ്റ്റ് വരുന്ന പ്ലെയിൻ ആയിട്ടുള്ള ഫഅല എന്ന് പറയുന്നത് ഫഅല മാദി ഫഅല. ഇത് തന്നെ, ഇത് ഫസ്റ്റ് ഫോം ആണ്. ഇനി സെക്കൻഡ് ഫോം എന്താന്ന് വെച്ചാല് ഫഅല. ഇതേ റൂട്ടിൽ നിന്ന് നമുക്ക് വേറൊരു വേർബ് ഉണ്ടാക്കാം. അർത്ഥങ്ങളിലേക്ക് നമ്മൾ പോണില്ല, ഫോമാറ്റ് മാത്രമാണ്. ഓക്കെ, അത് രണ്ടാമത്തെ ലെറ്ററിനെ ഇരട്ടിപ്പിച്ചിട്ട് ഫഅല എന്ന് ഉണ്ടാക്കാം. ഇനി മൂന്നാമത്തെ ഫോം, ഈ ഒന്നാമത്തെ ഫോം തന്നെ ഫഇലയും ഫഉലയും ഉണ്ടാവും കേട്ടോ, അർത്ഥവ്യത്യാസത്തില്. ഫഇല ഫഉല, ഇത് അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്, പഠിക്കുക വേണ്ട. ഇനി മൂന്നാമത്തെ ഫോമില് ഫഅല എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കുണ്ടാവും. നാലാമത്തെ ഫോമിനകത്ത് അഫ്അല, അഞ്ചാമത്തെ ഫോമില് തഫഅല. ഓക്കെ, തഫഅല. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ആദ്യത്തെ 1-2 ഫോമില് ഈ 3 ലെറ്റേഴ്സ് ഫാം ഐനും ലാമും മാത്രമേ ഉള്ളൂ അല്ലെ. പക്ഷെ ഇവിടെ ഒരു അലിഫ് ഹംസ എക്സ്ട്രാ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു താ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയും വേർബ്സ് ഉണ്ടാക്കും അറബിയിൽ. ഇനി ആറാമത്തെ ഫോം എന്ന് പറയുന്നത് തഫാഅല. ഏഴാമത്തെ ഫോം എന്ന് പറയുന്നത് ഇൻഫഅല. ഇൻഫഅല, അവിടെ നൂനും അലിഫും കൊണ്ടുവന്നിട്ടുണ്ട്. എട്ടാമത്തെ ഫോം എന്ന് പറയുന്നത് ഇഫ്തഅല. നയൻത്ത് ഫോം എന്ന് പറയുന്നത്, ഇത് ഞാൻ നോട്ടായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് വെക്കാട്ടോ ഇതേ നോട്ട്. എട്ടാമത്തെ ഫോം എന്ന് പറയുന്നത് ഇഫ് അല്ല. ഇഫ് അല്ല, ഇഫ് അല്ല. പത്താമത്തെ ഫോം, ആക്ച്വലി 10ാമത്തെ ഫോം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മുഴുവൻ പറഞ്ഞത് കേട്ടോ. ഇസ്തഫഅല. ഇസ്തഫഅല. ഓക്കെ, ഇവിടെ സീൻ തായും ഇത്രയും 3 സംഭവങ്ങൾ ഇവിടെ എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ട്. ഫഅലന്റെ കൂടെ സീൻ താ അലിഫ്. ഓക്കെ, ഇസ്തഫഅലയാണ് 10ാമത്തെ എന്ത് ഫോം. ഇനി നമുക്ക് ഔനിലേക്ക് വരാം. ഔനിന്റെ
പത്താമത്തെ ഫോം വേർബാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആന യഊനു ഒന്നാമത്തെ ഫോം ആണെങ്കിൽ പത്താമത്തെ ഫോം എന്താ നമ്മൾ പറഞ്ഞു? ഫഅല ഇസ്തഫഅലയാണ് അല്ലെ? പത്താമത്തെ ഫോം ഫഅല ഇസ്തഫഅലയാണ് അതിന്റെ സ്കെയില്. അപ്പം ആന യഊനുവിന്റെ പത്താമത്തെ ഫോം എന്ന് പറയുന്നത് ഇസ്തആന യസ്തഈനു. അതായത് ആനനെ ഇവിടെ ഫഅലനെ ഇസ്തഫഅല ആക്കിയെങ്കിൽ ആനനെ എന്താക്കും? ഇസ്തആന. ഓക്കെ, അപ്പം യഊനുനെ എന്താക്കും? യസ്തഈനു. യഊനുനെ യസ്തഈനു ആണ് ആക്കുന്നത്. അത് കുറച്ച് സർഫിന്റെ റൂളുകളാണ്, അതിലേക്ക് നമ്മൾ പോണില്ല. ആന യഊനു എന്നുള്ളത് ഇസ്തആന യസ്തഈനു ആവും. ഓക്കെ, യസ്തഈനു. ഇതിൽ നിന്നാണ് ഇത് യസ്തഈനു എന്ന് പറയുന്നതിന്റെ സബ്ജക്റ്റ് ആരാണ്? ഹുവ അല്ലേ? സോറി, അല്ല, യസ്തഈനുവിന്റെ സബ്ജക്റ്റ് ഹുവ അല്ലേ? യസ്തഈനു. അപ്പൊ അതിന്റെ നെഹ്നു സബ്ജക്റ്റ് എന്താവണം? നസ്തഈനു. അങ്ങനെയാണ് ഈ നസ്തഈനു ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഐൻ വാവ് നൂൻ എന്ന് പറയുന്ന റൂട്ടിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ഫോം വേർബ് എന്താണ്? ഇത് ഒന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്, നമുക്കൊരു ഹരാവും ഇത് എങ്ങനെയാ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ ആ ഏരിയയിലേക്ക് പോവേ വേണ്ടി. ഇതൊന്നും പഠിച്ചില്ല എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രം എടുത്താൽ മതി, പഠിക്കാൻ പറ്റുന്നവർ. ഓക്കെ, അല്ലാത്തവർക്ക് മെല്ലെ മെല്ലെ ചിലപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ ക്യാച്ച് ചെയ്യാൻ വേണ്ടി മനസ്സിലവിടെ മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു അബുദുവിന്റെ നമുക്ക് ഈസി ആയിരുന്നു. ഐൻ ബാദാലിന് എഴുതി അബദ യഅബുദു നഅബുദു എന്ന് എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നസ്തഈനുവിന്റെ റൂട്ട് ഐൻ വാവ് നൂൻ ആണെങ്കിലും അതിൽ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് എത്തും നമുക്കറിയില്ല. അപ്പം ഐൻ വാവ് നൂനിന്റെ ഫസ്റ്റ് ഫോമിന്റെ ഞാൻ ഇവിടെ അത് എഴുതാം. ഇത് ഫസ്റ്റ് ഫോം, ഇത് 10th ഫോം. ഓക്കെ, ഫസ്റ്റ് ഫോമിന്റെ മാദി ആന, മുദാരി യഊനു. 10th ഫോം ആവുമ്പോ ഫഅല ഇസ്തഫഅല എന്നുള്ള എഴുതുമ്പോൾ ഇസ്തആന യസ്തഈനു. അത് യസ്തഈനു ഹുവയാണല്ലോ. ഈ നമ്മൾ ഫസ്റ്റ് ഫോം എപ്പോഴും അല്ല, ഇങ്ങനെ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ഹുവ മാത്രമേ എഴുതുള്ളൂ. മാദിയിലും മുദാരിയിലും ആന യഊനു ഹുവയാണ്, ഇസ്തആന യസ്തഈനു ഹുവയാണ്. അതിന്റെ നെഹ്നു ആണ് നസ്തഈനു. ഓക്കെ, അപ്പം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അല്ലേ? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം തേടുന്നു. അങ്ങനെയാണ് അതിനെ എന്താ പറയാ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്നത്. വീണ്ടും 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 ഞാൻ പറയാണ്, പറ്റുന്നവരെടുത്താൽ മതി. ഓക്കെ, ഇനി ഈ 10 എഴുതിയ ഫോമും മാറിയാണല്ലേ ആദ്യത്തെ? എല്ലാം മാതിയാണ്. ഇതിനൊക്കെ മുദാരിയിലേക്ക് വരുമ്പം നമുക്ക് വേണമെങ്കിൽ എഴുതാം. അത് ഇൻഷാ അല്ലാഹ് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ മുദാരികളും കൂടെ കൂടിയിട്ട് വേണമെങ്കിൽ നോട്ട്സ് തരാം. എന്നാലും ചെറിയ ഡിഫറൻസസ് ഉണ്ടാവും. ഈ ഫഅല ഫഇല ഫഉല ഒക്കെ അനുസരിച്ച് ചിലപ്പം ഹംസ അതായത് ഫത്ഹ കെസ്റ ലൊമ്മയില് ഡിഫറൻസസ് വേറെ വാക്കുകളിലേക്ക് വരുമ്പോൾ വരും. അത് സർഫിന്റെ എന്താ പറയാ സ്കോപ്പിലുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ മുദാരിയിലേക്ക് പോവാതിരുന്നത്. ഓക്കെ, അതിന് കുറെ ആപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ 3 റൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഡെറിവേഷൻസും കിട്ടാനും ഒക്കെയുള്ള, ഞാൻ അക്കോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഏതാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. ട്രൈ ചെയ്ത് നോക്ക്. അക്കോൺ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട്. ഇതിൽ നമ്മൾ റൂട്ട് ഞാൻ എഴുതാം. റൂട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന വേർബുകളും അതിന്റെ എല്ലാ കോൺജുഗേഷൻ, അതെല്ലാ മാദി ഫോമുകളും എല്ലാ മുദാരി ഫോമുകളും അങ്ങനെയൊക്കെ വരും. ഓക്കെ, അപ്പൊ നമ്മള് രണ്ടാമത്തെ വാക്ക് എങ്ങനെയാ ഡിറൈവ് ചെയ്തതെന്ന് കണ്ടു അല്ലെ? ഇനി യുഅ്മിനൂൻ എന്നുള്ളത് എങ്ങനെ വന്നു നോക്കാം. യുഅ്മിനൂൻ എന്നുള്ള വാക്ക് നമുക്കറിയാം
യുഅ്മിനു എന്നുള്ള വാക്കിന്റെ റൂട്ട് എന്താണ്? ഹംസ മീം അല്ലേ? പഠിച്ചിട്ടുണ്ട് ഹംസ ഓക്കെ. അമിന യമനു അതാണ് അതിന്റെ ഫസ്റ്റ് ഫോം. എങ്ങനെ എഴുതാന്ന് വെച്ചാല് അമീന സോറി മനല്ല കേട്ടോ, അമീന യമനു. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഫോം. എന്നാൽ യുഅ്മിനൂൻ എന്ന് പറയുന്നത് ഫോർത്ത് ഫോമാണ്. ഫോർത്ത് ഫോം നമ്മൾ പറഞ്ഞു അഫ്അൽ അല്ലേ? അതായത് അഫ്അലെ ആണ് ഫോർത്ത് ഫോം. അപ്പം ഇവിടെ ഫോർത്ത് ഫോം എന്താ വരാന്ന് വെച്ചാല് ആമന, ഇത് ഫസ്റ്റ് ഫോം. ഫോർത്ത് ഫോം ആമന യുഅ്മിനു. ഓക്കെ, ഫസ്റ്റ് ഫോം അമിന യമനു, ഫോർത്ത് ഫോം ആമന യുഅ്മിനു. ഇവിടെ ആമന യുഅ്മിനും രണ്ടും ഹുവയാണ്. അതിന്റെ ഹും ഫോമാറ്റ് എന്താണ്? യുഅ്മിനൂൻ. ഓക്കെ, അപ്പൊ മിക്ക വാക്കുകളും ഫസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ മൂന്ന് റൂട്ടിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഫസ്റ്റ് ഫോം ആയിരിക്കില്ല വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അമിന യമനൂൻ എന്ന് വരേണ്ടിയായിരുന്നു. പക്ഷെ ഇത് ആമന യുഅ്മിനു, അതായത് ഫോർത്ത് ഫോമാണ്. ഓക്കെ, ഈ ഓരോ ഫോമിനും അർത്ഥത്തിന് ഒരു പാറ്റേൺ ഉണ്ടാവും. അതൊക്കെ പഠിക്കുമ്പോൾ ഇപ്പം ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോണില്ല. ഇനി ഇതേപോലെ യുഖീമൂനും ഇങ്ങനെ തന്നെ വരുന്നതാണ്. കാഫ് വാവ് മീമാണ്. ഖാമ യഖൂമു ആണ് ഫസ്റ്റ് ഫോം. ഓക്കെ, യുഖീമൂൻ ഖാമ യഖൂമു. അതിന്റെ ഫോർത്ത് ഫോം അഫഅല ഫോമിലേക്ക് വരുമ്പം അഖാമ യുഖീമു. ഓക്കെ, അഖാമ യുഖീമു. അപ്പം യുഖീമൂൻ. മനസ്സിലായോ? ഇവിടെ അമിന യമനു എന്നുള്ളത് ആമന യുഅ്മിനു എന്നാവും ഫോർത്ത് ഫോം. അപ്പം യുഅ്മിനൂൻ. ഇനി അടുത്തത് യുംഫിഖൂനും ഇതേപോലെ നഫഖ യംഫുഖു, നഫഖ യംഫുഖു. അത് നാലാമത്തെ ഫോം, അതായത് അഫഅല ഫോമിലേക്ക് വരുമ്പം അൻഫഖ യുംഫിഖു, അങ്ങനെ യുംഫിഖൂൻ. ഇത് ഞാൻ പറഞ്ഞു പോണ എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ട്. അതൊന്ന് ക്ലിയർ ആക്കി പറയാന്ന് വെച്ചിട്ടാണ്. ഇവിടെ യുഅ്മിനൂനും യുഖിനൂന്റെ റൂട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. യാ ഖാഫ് നൂൻ, യഖിന യഖനു. യഖിന യഖനു ആണ്. അത് ഫോർത്ത് ഫോം തന്നെയാണ്. ഐഖന ആവുമ്പോൾ യുഖിനു യൂഖിനു എന്നാവും. ഓക്കെ, അങ്ങനെയാണ് യൂഖിനൂൻ വരുന്നത്. ഇതൊക്കെ ഫോർത്ത് ഫോമാണ്. യുഖീമൂൻ, യുഅ്മിനൂൻ, യുംഫിഖൂൻ, യൂഖിനൂൻ, ഇതൊക്കെ ഫോർത്ത് ഫോമാണ്. ഇനി നമുക്ക് തുൻദിർഹും, ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, തുൻദിർഹും അതൊന്ന് നമുക്ക് എഴുതാം. ഇവിടെ തുൻദിർഹുമിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു പാർട്ട് ദമീറാണ്. ഓക്കെ, അപ്പം നമ്മള് ശരിക്കുള്ള മുദാരി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അല്ലെ? തുൻദിർ മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മളെ ഫോമാറ്റിൽ തുൻദിർ എന്നുള്ള മുദാരി ആ ഒരു ഫോമാറ്റ് ഇല്ലതാനും. അപ്പൊ എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? ഇവിടെ ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് നൂൻ ദാൽ റ, നൂൻ ദാൽ റ, നദറ യൻദുറു. ഓക്കെ, നദറ യൻദുറു. ഓക്കെ, ഇതിന്റെ ഫോർത്ത് ഫോം തന്നെയാണ് ഇതും. ഫോർത്ത് ഫോം എന്താണ്? അൻദറ യുൻദിറു.
അൻവറ യുൻവിറു നമുക്കറിയാം രണ്ടും ഹുവയാണ് അല്ലെ. അപ്പം അതിന്റെ അന്ത ഫോം എന്തായിരിക്കും? തുൻസിറു. തുൻസിറു അല്ലെ. എന്നാ ഇവിടെ തുൻവിർ എന്നാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ചില പ്രത്യേക വാക്കുകളുടെ ശേഷം വരുന്നത്. ഓക്കെ, ലം ലം ഉണ്ട്. ഓക്കെ, ലം എന്നുള്ള വാക്കിന് ശേഷം വന്നു കഴിഞ്ഞാല് മുദാരിന് തന്നെ വേറൊരു ടൈപ്പ് മുദാരി ഉണ്ട്. അതിന് മുദാരി മജ്സൂം എന്ന് പറയും. അപ്പം മജ്സൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മർഫൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദമ്മ മുകളിൽ ഇടുന്നതിനാണ് മർഫൂ എന്ന് പറയുന്നത്. കെസ്ര മുകളിൽ ഇടുന്നതിന് അല്ല, കെസ്ര ഇടുന്നതിന് മജ്റൂർ എന്ന് പറയും. ഫത്ഹ ഇടുന്നതിന് മൻസൂബ് എന്ന് പറയും. സുക്കൂൻ ഇടുന്നതിനാണ് മജ്സൂം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ തുൻസിറു എന്നുള്ളത് തുൻസിർ ആയിട്ട് മാറും. ഓക്കെ, അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് അതിന്റെ മുമ്പ് വന്ന ലം ആണ്. ഇതുപോലെ കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്കുകൾക്ക് ശേഷം മുവാരി വന്നു കഴിഞ്ഞാൽ മുവാരിക്ക് ചെറിയൊരു ഫോം ചേഞ്ച് വരും. മാലിക്ക് എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും മുമ്പ് എന്ത് വന്നു കഴിഞ്ഞാലും മാലിക്ക് ഒരു മാറ്റവും വരില്ല. എന്നാൽ മുലാരിന്റെ മുമ്പ് വരുന്ന ചില വാക്കുകൾ കാരണം മുലാരിന്റെ എൻഡിങ്ങിൽ ചെറിയൊരു മാറ്റം വരും. അങ്ങനെ വന്നതാണ് ഇവിടെ തുൻസിർ. ഓക്കെ, ശരിക്കും അത് തുൻസിറു ആണ്. അൻത എന്ന് പറയുമ്പോൾ തുൻസിറു ആണല്ലോ വരേണ്ടത് അല്ലെ. നമ്മള് യുൻസിറു തുൻസിറു ആണ് വരേണ്ടത്. പക്ഷെ തുൻസിർ വരാൻ കാരണം അതിന് മുമ്പ് ലം വന്നതാണ്. ഇതൊന്നും എക്സാമിന് വരൂല കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. നമ്മൾ ആ എല്ലാരും കൂടെ ചെയ്ത എക്സസൈസ് ഇല്ലേ, അതുവരെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിന് ചോദിക്കുള്ളൂ. ഓക്കെ, ഇനി ഇതുപോലെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും പറയാനുള്ളത്? ഇനി വേറെ ഒരു ഫോമിലുള്ള ഒരു വേർബ് വരുന്നുള്ളത് യുഹാദിഊൻ ആണ്. ഓക്കെ, യുഹാദിഊന്റെ കാര്യത്തിൽ ഒന്ന് എഴുതി നോക്കാം. യുഹാദിഊൻ. ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടാൽ അറിയാം. ഹ ദാൽ ഐൻ. ഓക്കെ, ഖദഅ യഖ്ദഉ. ഖദഅ യഖ്ദഉ. ഇത് ഫോം 1 ആണ്. ഖദഅ യഖ്ദഉ ഫോം 1 ആണ്. എന്നാൽ യുഹാദിഅ എന്ന് പറയുന്നത് ഫോം 3 ആണ്. ഫോം 3 എന്താ നമ്മൾ പറഞ്ഞത്? ഫഅല അല്ലെ. അപ്പം ഖദഅ ഫഅല എന്ന് പറയുമ്പോൾ ഫോം 3 എന്ന് പറയുന്നത് ഖദഅ. എന്റെ അറബി എഴുത്ത് വളരെ പരിതാപകരാണ്, സഹിക്കണം എല്ലാരും. ഖദഅ, അതിന്റെ മുളാരി യുഖാദിഉ. ഇത് രണ്ടും ഹുവയാണ്. അതിന്റെ ഹും എന്താണ്? യുഖാദിഊൻ. ഓക്കെ, ഇത് ഫോം 3 ആണ്. ഫഅല ഫഅല ആണ് ഫോം 3. ഓക്കെ, ഫഅലയാണ് ഫോം 3. അപ്പം ഖദഅ ഖാദഅ ആയി. ഖാദഅയുടെ മുളാരി യുഖാദിഉ ആണ്. യുഖാദിഊന്റെ ഹുമ്മാണ് യുഖാദിഊൻ. ഓക്കെ, അങ്ങനെ ആണ് പലതും ഇതേപോലെ ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. അതിനകത്ത് ഇൻട്രസ്റ്റ് കയറി കഴിഞ്ഞാൽ സത്യം പറയണമെങ്കിൽ നമുക്കിത് നോക്കുന്നത് നിർത്താൻ പറ്റൂല. അതുപോലെ ഒരു വാക്കാണ് തുഫ്സിദു. ഈ തുഫ്സിദുവിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അത് ക്ലിയർ ആക്കാമെന്ന്. ഇവിടെ തുഫ്സിദു വരുമ്പം അതെങ്ങനെയാ എഴുതാന്ന് വെച്ചാല് ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്താട്ടോ. തുഫ്സിദു, തുഫ്സിദുവിന്റെ റൂട്ട് അറിയാം അല്ലെ, ഫസാദ്. ഫ സീൻ ദാൽ. ഫസദ യഫ്സിദു, അതാണ് ഫസ്റ്റ് ഫോം കേട്ടോ. ഫസദ യഫ്സിദു. ഓക്കെ, ഫസദ യഫ്സിദു എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോം. ഫോർത്ത് ഫോം ആണ് അഫ്സദ അല്ലെ. നമുക്കറിയാം ഫോർത്ത് ഫോം എന്ന് പറയുന്നത് അഫ്അലയാണ്. അപ്പം അഫ്സദ. അഫ്സദ യുഫ്സിദു. യുഫ്സിദു, അഫ്സദ യുഫ്സിദു.
അതിന്റെ അൻതും ഫോം എന്താണ്? തുഫ്സിദൂൻ. ഓക്കെ, അൻതും ഫോം എങ്ങനെ എഴുതുക? യുഫ്സിദൂന്റെ അൻതും ഫോം തുഫ്സിദൂൻ എഴുതണം. യഫ്അലൂന്റേത് തഫ്അലൂൻ ആണെങ്കിൽ യുഫ്സിദൂന്റേത് തുഫ്സിദൂൻ ആണ്. ഓക്കെ, സോറി. ഇത് ഹുവ, ഇതിന്റെ അൻതും ഫോം ആക്ച്വലി തുഫ്സിദൂൻ ആണ്. പക്ഷേ ഈ ഒരു വാക്കിന്റെ മുമ്പ്, ഓക്കെ, തുഫ്സിദൂന്റെ മുമ്പ് ലാ വന്നിട്ടുണ്ട്. ഓക്കെ, ലാ അതൊരു പ്രൊഹിബിഷൻ ആണ്, നിങ്ങൾ ഇത് ചെയ്യരുത്. ഓക്കെ, ലാ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ സംഭവം വരും. അതായത് മുദാരി മജ്സൂം ആണ്, തുഫ്സിദൂൻ എന്ന് അത് അവസാനിപ്പിക്കാതെ തുഫ്സിദൂ എന്നായിട്ട് മാറും. അത് മുദാരി മജ്സൂമിന്റെ ഒരു സ്റ്റൈലാണ്. തുൻസിറു എന്നുള്ളത് തുൻസിർ എന്നാവും, തുഫ്സിദൂൻ എന്നുള്ളത് തുഫ്സിദൂ എന്നായിട്ട് മാറും, ഇതിന്റെ മുമ്പ് ലാ വന്നതുകൊണ്ട്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഡയറക്റ്റ് അല്ലാത്തത്, എന്നാലും ഇതൊക്കെ മുദാരിയാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുദാരി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയും മുദാരി സബ്ജക്ട് എന്താണെന്ന് അറിയാൻ പറ്റുകയും അതിന്റെ കൂടെ ളമീർ മുത്തസിൽ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ മാഷാഅല്ലാഹ് ഇപ്പോഴത്തേക്ക് ധാരാളമാണ്. ഇതൊക്കെ നമുക്ക് കുറച്ചധികം പഠിച്ചിട്ട് എടുക്കാനുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം ശരിക്കും തുഫ്സിദൂൻ വരേണ്ടത് ഇവിടെ തുഫ്സിദൂ ആവാനുള്ള കാരണം അതിന് മുമ്പ് ലാ വന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഫസദ യഫ്സിദു ഫോർത്ത് ഫോം അഫ്സദ യുഫ്സിദു, അതിന്റെ തുഫ്സിദു എന്നും വാവ്നൂന് കട്ട് ചെയ്യാനുള്ള കാരണം അതിന്റെ മുമ്പ് ലാ വന്നത് ആണ്. അപ്പം അത്രയും മതി, ഇന്ന് കുറച്ചധികമായി നിങ്ങൾക്കറിയാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതിനകത്ത്? പെട്ടെന്ന് പറഞ്ഞു തരാം. അതെങ്ങനെ മനസ്സിലാവുന്നത്? തേർഡ് ഫോം ഫോർത്ത് ഫോം എടുക്കാൻ വേണ്ടി അത് നമ്മൾ എവിടെയെങ്കിലും റെഫർ തന്നെ വേണം. നമുക്ക് ചിലപ്പം അത് പഠിച്ചവർക്ക് പറ്റൂട്ടോ, ശരിക്കും സെർഫൊക്കെ കറക്റ്റ് പഠിച്ചവർക്ക് കണ്ടാൽ തന്നെ പറയാൻ പറ്റും. കാരണം ഇത് ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ 1-2 വെബ്സൈറ്റുകളുണ്ട്, അതിനകത്ത് റെഫർ ചെയ്തിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ നമുക്ക് അതിന് ഏതെങ്കിലും ഒരു ആപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. ഇത് ബക്കറാകുമ്പോ നമ്മൾ പഠിച്ചതാകുമ്പോ നമുക്ക് അർത്ഥം പഠിച്ചത് നമുക്കൊരു മനസ്സിലാവും. ബാക്കിയെല്ലാം വന്നു കഴിഞ്ഞാല് ഇങ്ങനെ ഗ്രാമർ ആകുമ്പോ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അതെ അതെ അതെ. പിന്നെ മെല്ലെ മെല്ലെ നമ്മൾ ഓരോന്ന് പഠിച്ചു പോകുമ്പോ എല്ലാം നമുക്ക് അങ്ങ് ക്ലിയർ ആയിക്കോളും. നമ്മൾ അതിന് റെഡി ആയാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പം ഈ ഒരു പാർട്ട്, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ പാർട്ട് നമുക്ക് ഇപ്പൊ തൽക്കാലം സൈഡിലേക്ക് അവിടെ മാറ്റി വെക്കാം. അത് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് നമുക്ക് കുറച്ച് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ സർഫിലേക്കൊക്കെ പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ പഠിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനേ ചോദിച്ചത് ഇതിന്റെ ബുക്ക് ഉണ്ടോന്നാണ്, ഇങ്ങനെ പഠിക്കണത് ബുക്കായിട്ടുണ്ടോന്നാ ചോദിച്ചത്. ബുക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഗ്രാമർ ടെക്സ്റ്റുകൾ മദീന അറബിക് ഒക്കെ ഇല്ലേ? ഞാൻ മദീന അറബിക് ബുക്ക് അതിന്റെ ലിങ്ക് വേണേ അയച്ചുതരാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യോ വാങ്ങുകയൊക്കെ ചെയ്യാം. എന്താ മദീന അറബിക് ബുക്ക്? പക്ഷെ ഈ ഒരു സ്റ്റൈലിലൊന്നും അല്ല കേട്ടോ, അത് ഗ്രാമറിലാണ്. ഇത് ഞാൻ ഇങ്ങനെ എന്റെ ഇൻഫർമേഷൻ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്നുള്ളത്. അത് മൈമൂൻ ടീച്ചർക്ക് അറിയാം. ബേസില്ലാത്തവർക്ക് മദീന അറബി ടെക്സ്റ്റ് ബുക്ക് ഒറ്റയ്ക്ക് വായിച്ചെടുക്കാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ സാധിക്കില്ല. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നത് ഞാൻ എന്റെ അറിവിൽ നിന്ന് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇതൊരു ബുക്കൊന്നും ബേസ് ചെയ്തിട്ട് പറയുന്നതല്ല. ആ ടെക്സ്റ്റ് ബുക്ക് റൂൾസ് റെഗുലേഷൻസ് അങ്ങനൊന്നും ഇല്ല, വേറെ തരാണ്. അതെ അതെ അതെ. മദീന അറബിക്കിന്റെ കാര്യമല്ലേ നിങ്ങൾ പറയുന്നത്? അതെ അതെ. ആ കിട്ടിയിട്ട് അത് പഠിക്കാന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങി. ഇതിനൊരു ടീച്ചർ തന്നെ വേണം. അത് വേറെ തന്നെ ഒരു സ്റ്റൈൽ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ ഒരു ഗ്രാമർ ടെക്സ്റ്റ് ആണ് അത്. അത് അങ്ങനെ പിന്നെ അറബിക്ക് ഇങ്ങനെ ഫത്താഹ് കിസറല്ലാതെ എഴുതിയാലൊന്നും എനിക്ക് വായിക്കാൻ അറിയില്ല.
അല്ല അതിൽ എനിക്കത് എന്നുള്ളതിനേക്കാളും അതിനകത്ത് ഇങ്ങനെ നമ്മൾ സ്കൂളിലൊക്കെ ഉണ്ടാവില്ലേ ടെക്സ്റ്റിനകത്ത് ആദ്യം കുറെ ഒരു പ്രോസ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു ലെസൺ ഉണ്ടാവും, എന്നിട്ട് അതിന്റെ ബാക്കിൽ ക്വസ്റ്റ്യൻസും ഗ്രാമർ ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള ഒരു സ്റ്റൈലുള്ള ബുക്കാണത്. ഫുൾ അറബിയാണ്. അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടോ. മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ പോലും ഒരു ടീച്ചർ ഉണ്ടെങ്കിലേ നമുക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. വെറുതെ വായിച്ച പടിയില്ല അല്ലെ? ഇല്ല, വായിച്ചു പഠിക്കാനൊന്നും പറ്റൂല. പ്രത്യേകിച്ച് ഗ്രാമർ ഒന്നും വായിച്ചു പഠിച്ചാ എവിടെ എത്തൂല. അത് നല്ല ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ. നമ്മളൊരു ഗ്രാമർ ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടോ. യൂട്യൂബിൽ റെക്കോർഡിങ്സ് ഉണ്ട്, നിങ്ങൾക്ക് കേൾക്കണം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കേട്ട് നോക്കാം. അത് മദീന അറബിക് ബുക്ക് അല്ല, വേറൊരു ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ കുറച്ച് മുന്നോട്ട് എത്തി നമ്മള്. നൂറുൽ ഖുർആൻ അക്കാഡമിയിൽ അതിന്റെ കോഴ്സ് ഉണ്ട്. മദീന അറബിക് അല്ലേ? തുടങ്ങി കഴിഞ്ഞ ഒരു ബാച്ച് തന്നെ. അടുത്ത് തുടങ്ങുമ്പോ ടീച്ചർ ഇല്ലാതെ ഒരിക്കലും നടക്കൂല. അതെ, ടീച്ചർ വേണം, കുറെ ടെസ്റ്റുകൾ എടുക്കണം, കുറെ എക്സസൈസ് ചെയ്യണം, എന്നാലൊക്കെ പറ്റുള്ളൂ. ചെയ്താണ് അത് പഠിക്കാൻ ഇപ്പൊ നമുക്ക് ടീച്ചർ തന്നെ വേണ്ടേ, പിന്നെ വിശദീകരിച്ച് പഠിക്കുമ്പോ മദീന അറബിക് ഗ്രാമറിന്റെ ഒരു കോഴ്സ് യൂട്യൂബിലുണ്ട്, ധന മാമിന്റെ. അത് ഈ അറബിക് ആദ്യം മുതലുള്ള ക്ലാസ് ഉണ്ട്, യൂട്യൂബിലുണ്ട്. അത് വേണമെങ്കിൽ ചെയ്യാട്ടോ ജമീലത്ത. ധന മാമിന്റെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട് മദീന അറബിക് ബുക്ക്. എനിക്കൊന്ന് ഫസ്റ്റ് ബുക്ക് കുറച്ച് എത്തിയില്ലേ അത്. 43 ക്ലാസ്. അതെ, നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് കൂടെ എഴുതുകയാണെങ്കിൽ അങ്ങനെ പഠിക്കും അല്ലേ? നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് കൂടെ എഴുതി എടുക്കുകയൊക്കെ ആണെങ്കിൽ പഠിയായിരിക്കും അല്ലേ? ഗ്രാമറിന് നമ്മൾ ഹോംവർക്ക് നന്നായി ചെയ്യാണ്ട്. അതെ, ടെസ്റ്റുകൾ ചെയ്യണം. അത് ഗ്രാമർ പൊതുവേ നമ്മൾ ആദ്യം പഠിക്കുന്ന ലെസൺ ഒരു 6ാമത്തെ ലെസൺ എത്തുമ്പോഴാണ് ആദ്യം നമുക്ക് കത്തുന്നത് തന്നെ. അത് വീണ്ടും 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 ചെയ്യുമ്പോഴാണ് ഇത് അതായിരുന്നു ഇല്ലേ എന്ന് മനസ്സിലാവുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും ബേജാറാവണ്ട. അത് കുറേ പഠിച്ച് അങ്ങോട്ട് എത്തുമ്പോഴാണ് നമുക്ക് അന്ന് ഇതാ പറഞ്ഞല്ലേ എന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്തായാലും അള്ളാഹു എളുപ്പമാകട്ടെ. മനസ്സിലാഗ്രഹം വെച്ചാൽ മതി, അള്ളാഹു അതിനേക്കുള്ള വഴികൾ തുറന്നു തരും. പല രീതിയിൽ ഓരോരുത്തർക്കും ഫിറ്റാവുന്ന വഴികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരും. അത് ശരിയാണ്. നമ്മളിപ്പോഴേ പിന്നെ ഈ അൽ ബഖറയിലെ ആയത്ത് പോയിന് സാദൃശ്യമുള്ള ആയത്തൊക്കെ വരുമ്പോ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പള്ളിയിലെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ